ചാലക്കുടി പോട്ടയിൽ ഫെഡറൽ ബാങ്കിൽ പട്ടാപ്പകൽ കൊള്ള. ഇപ്പോൾ ഉച്ചയ്ക്ക് വന്ന ഒരു രണ്ടര മണിക്കാണ് സംഭവം. പോട്ടയിലെ ബാങ്കിലെ ജീവനക്കാർ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയി. പലരും 8 ജീവനക്കാരവിടെയുണ്ട്. 2 പേര് അകത്തുണ്ട്. ക്യാഷർ അവിടെ മറ്റൊരു മുറിയിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവരെ കത്തിയുടെ മുനയിൽ ഇവരൊരു മുറിയിൽ പൂട്ടിയിട്ടു. വന്നയാൾ അവിടുത്തെ ക്യാഷ് കൗണ്ടർ ഗ്ലാസ് പൊട്ടിച്ച് അകത്ത് കയറി അതിൻ്റെ അകത്തുനിന്ന് കുറേ പണം എടുത്തുകൊണ്ട് പോയി. അത് ഏകദേശം 15 ലക്ഷം രൂപയോളം വരുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഒറ്റയ്ക്ക് ഒരാൾ പട്ടാപ്പകൽ വന്ന് വളരെ ഫ്രീ ആയിട്ട് കൂളായിട്ട് വന്ന് കത്തിയുടെ മുനയെ നിർത്തി ഒരു മോഷണം. എന്തായാലും അയാൾ സംസാരിച്ച ഭാഷ ഹിന്ദിയാണ് എന്ന് പറയുന്നുണ്ട്. ഒരു മലയാളം വാക്കെന്തോ പറഞ്ഞതായിട്ട് ഒരു ജീവനക്കാരനും പറയുന്നുണ്ട്. ഏതായാലും 10 മിനിറ്റ് കൊണ്ട് സംഭവം നടത്തി ആൾ പോവുകയും ചെയ്തു. വന്നതാകട്ടെ ഒരു 2 വീലർ. അതിൽ ആ ബാങ്കിൻ്റെ മുമ്പിൽ വന്ന് ഇറങ്ങി. പിന്നിലൊരു ബാഗ് തൂക്കി കിടപ്പുണ്ട്. ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ജാക്കറ്റുണ്ട്. കയ്യിൽ രണ്ടിലും ബ്ലാക്ക് ഗ്ലൗസ് ഉണ്ട്. ആളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. ഫ്രണ്ടിൽ അതിൽ കൈ നോക്കുമ്പോൾ കൈകൾ രണ്ടിലും ഗ്ലൗസ് ഉണ്ട്. അതോടൊപ്പം തന്നെ വെള്ള ഷർട്ടാണ്. മാന്യനായ പോലെ വരും. അവിടെ കൂളായിട്ട് വന്ന് ആ 2 വീലർ ബാങ്കിൻ്റെ മുമ്പിൽ വെക്കുമ്പോൾ അതിൻ്റെ ഇടതും വലതും വശത്ത് 2 കാറുകൾ കിടപ്പുണ്ട്. എന്തായാലും ഇതൊരു മലയാളിയാണെന്ന് തോന്നുന്നു. ഹിന്ദി അറിയാവുന്ന മലയാളി. കാരണം മലയാളിയൊക്കെ ഇത്രയുള്ള പരിപാടികൾ വളരെ ക്വിക്കായിട്ട് ആസൂത്രണം ചെയ്യാൻ കഴിയുള്ളൂ. കാരണം 10 മിനിറ്റ് കൊണ്ടാണ് 15 ലക്ഷം രൂപ മോഷ്ടിച്ചതെന്ന് പറയുന്നു. അയാൾക്ക് 15 ലക്ഷം രൂപ മാത്രമേ തൽക്കാലം ആവശ്യമുള്ളൂ. കൂട്ടുകാരില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല ഓപ്പറേഷൻ രീതി. ബാങ്കിനെ പറ്റി നന്നായിട്ട് പഠിച്ചിരിക്കുന്നു കുറേ ദിവസം കൊണ്ട്. ബാങ്കിനകത്തും വന്നിരിക്കാം ഇയാൾ. കഴിഞ്ഞ 2 ആഴ്ചത്തെ ആ ബാങ്കിലെ അകത്തെ CCTV ദൃശ്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ പ്രതി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വന്നിറങ്ങിയ വേഷം നോക്കുമ്പോൾ ആളെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അയാൾ പാൻറ്റും ഷൂവും, അത് സ്പോർട്സ് ഷൂ അതാണ് ധരിച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഷൂ അല്ല. ഫുൾ സ്ലീവാണ് കൈ. ആളെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ നേരത്തെ സന്ദർശിച്ച് ബാങ്ക് ജീവനക്കാരുടെ മൂവ്മെൻറ്റ്, അവർ ഉണ്ണാൻ പോകുന്നത്, എത്ര പേര് അകത്തുണ്ട്, ബാങ്കിൻ്റെ ഓരോ ക്യാബിനെ എല്ലാത്തിനെ പറ്റി നല്ല നിശ്ചയമുള്ള ഒരാളാണ്. കാരണം അവർ അധികം സംസാരിക്കാതെ കത്ത് ചൂണ്ടി അവരെ ആദ്യം ഒരാളെ ഒരു മുറിയിലോട്ട് വിട്ടു. പിന്നാലെ മറ്റേ ആൾ അമാന്തിച്ചു, കൈ കൊണ്ട് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു, കത്തി കാണിച്ചു. അയാൾ ആ മുറി പോയി അത് പൂട്ടി. അവിടെ ക്യാഷ് കൗണ്ടറിലിരുന്ന ജീവനക്കാരിയുടെ കാര്യം അവരെ മറ്റൊരു ബോഡി പൂട്ടിയോ അത് അവർ ഉണ്ണാൻ വെളിയിൽ പോയോ എന്ന് വ്യക്തതയില്ല. അതൊക്കെ ഇനി വരാൻ പോകുന്നു. ആൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോയി എന്നാണ് കരുതുന്നത്. ചാലക്കുടി DYSP ഉണ്ട്, അവിടുത്തെ SHO ഉണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അവിടെ ഉണ്ട്. ഇപ്പോൾ ഡോസ് കോഡ് വന്നിട്ടുണ്ട്, ഫോറൻസിക് വന്നിട്ടുണ്ട്, ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ റൂറൽ DYSP കൃഷ്ണകുമാറും അവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും കേരള പോലീസ് നേരത്തെ ചാലക്കുടി ഉണ്ടായ ATM കവർച്ചയിൽ അത് വലിയ കവർച്ച നടത്തി. ആ നോർത്ത് ഇന്ത്യൻ ഗ്യാങ് വന്ന് അവരെ തമിഴ്നാട്ടിലിട്ട് പിടിക്കാൻ പറ്റി. ഒരാളെ വെടിവെച്ച് തമിഴ്നാട് പോലീസ് കൊന്നു. കണ്ടെയ്നർ ലോറിക്കകത്ത് ഇവർ മോഷ്ടിച്ച് കൊണ്ടുപോയ നോട്ടുകളും 3 കൗണ്ടറിലെ നോട്ടുകളും അതോടൊപ്പം തന്നെ ആ കാറ് ഉൾപ്പെടെ കണ്ടെയ്നർ ലോറിക്കകത്ത് കയറ്റി ഡിസപ്പിയർ ചെയ്ത് തമിഴ്നാട്ടിൽ പോയി. എങ്കിലും അത് കേരള പോലീസിൻ്റെ സമയോചിതമായ ഇടപെടലും തമിഴ്നാട് പോലീസിൻ്റെ ഇടപെടലും കൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റി. ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്കാണ് ഒരാൾ ചെയ്തിരിക്കുന്നത്. മലയാളിയാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കാണുന്നത്. മലയാളിക്ക് ഹിന്ദി അറിയാം. ഒരു വാക്ക് മലയാളം അബദ്ധവശാൽ എപ്പോഴും ഒന്ന് പറഞ്ഞതായിട്ട് പറയുന്നു. എന്തായാലും പ്രവൃത്തി കാണുമ്പം
മലയാളിയാകാനുള്ള സാധ്യത. കാരണം നന്നായിട്ട് ഒബ്സർവ് ചെയ്തിരിക്കുന്നു. ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാമല്ലോ, വേറൊരാളുടെ സഹായം ആവശ്യമില്ല. അത് തന്നെ തൽക്കാലം 15 ലക്ഷം രൂപ മാത്രമാണ് ആവശ്യമുള്ളൂ. ഈ മലയാളി ചിലപ്പം തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ആളായിരിക്കും, അല്ലെങ്കിൽ ചാലക്കുടിക്ക് പരിസരത്തുള്ള ആളായിരിക്കും. അയാൾ ബോംബെയിലോ മറ്റുള്ള ഹിന്ദി സംസാരിക്കുന്നിടത്ത് ജോലി ചെയ്യുന്ന ആളായിരിക്കാം. ക്രിമിനലാണ്. അത്യാവശ്യം 15 ലക്ഷം രൂപ മുടക്കി, അല്ല 15 ലക്ഷം രൂപയുടെ ആവശ്യമേ വന്നുള്ളൂ, അത്രയും എടുത്തുകൊണ്ട് പോയുള്ളൂ. അവിടുന്ന് ഇനിയും വേണമെങ്കിൽ പൈസ കിട്ടുമെന്ന് തോന്നുന്നു. എന്തായാലും ആ വന്ന് നിൽക്കുന്നതും ടൂ വീലർ വന്ന് നിന്നത്, ആ ടൂ വീലറിൻ്റെ നമ്പർ ഫേക്ക് നമ്പറായിരിക്കാം. ആ ടൂ വീലറിൻ്റെ ഉടമസ്ഥൻ ചിലപ്പം അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇത് വഴിയിൽ നിന്ന് മോട്ടിച്ചതാകാം. ഇത്രയും ധീരകൃത്യം ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും റോഡ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു ടൂ വീലർ എടുത്തുകൊണ്ട് വരാനുള്ളതേ ഉള്ളൂ. അതും 2-3 ദിവസം നോക്കിയിരിക്കുന്നത് വാച്ച് ചെയ്ത് ആ ഒരു ടൂ വീലർ സ്ഥിരമായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും വെക്കുന്ന ഒരു ടൂ വീലർ ആയിരിക്കാം എടുത്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അത്ര കൃത്യമായ ഓപ്പറേഷൻ രീതിയാണ്. 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ആ സമയത്ത് ആരെങ്കിലും അവിടെ കയറി വന്നാൽ പ്രശ്നം ഗുരുതരമാവും. പക്ഷേ ആ സമയത്ത് ബാങ്ക് ആ ഉച്ചയ്ക്കത്തെ 1 മണിക്കത്തെ അല്ലെങ്കിൽ ഉച്ചവരെയുള്ള ബാങ്കിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ ശേഷം ബ്രേക്ക് ടൈം കൃത്യം ഇത്ര മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ ഇത്ര സമയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷൻ നടത്തിയാൽ സക്സസ് ആകും എന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. വളരെ കൂളായിട്ടാണ് അവരെ 2 പേരെ ഒരു മുറിയിലോട്ട് കയറ്റുന്നത് നമ്മൾ കാണുന്നത്. അതുപോലെ ആ ഗ്ലാസ്, ആ ക്യാഷ് കൗണ്ടറിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുന്നത്, മുകളിലത്തെ ഒരു ഗ്ലാസ് എങ്കിലും അതിൻ്റെ അടിയിൽ ഹാഫ് ഡോറിൻ്റെ മുകളിലത്തെ ഭാഗം ഗ്ലാസ് മാറ്റി കഴിഞ്ഞിട്ട് അടിയിലത്തെ ഭാഗം മാറ്റിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നത്. ക്യാഷ് കൗണ്ടർ അവിടെ പൊട്ടിച്ചിട്ട് അവിടുന്ന് ക്യാഷ് ആവശ്യത്തിനുള്ള എടുക്കുന്നതും കാണുന്നുണ്ട്. ഏതായാലും നല്ലൊരു ഓപ്പറേഷൻ രീതി തന്നെയാണ്. ഇത് പെട്ടെന്ന് പോലീസ് പിടിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. കാരണം പോലീസ് അവിടെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിലും തൃശ്ശൂരും എറണാകുളവും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആളുണ്ട്, ആൾ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യത കുറവാണ്. ആ ടൂ വീലർ തീർച്ചയായിട്ടും ആ ടൂ വീലർ ഉപയോഗിക്കത്തില്ല. അത് അല്പസ്വല്പം ദൂരെ മാറി അത് കളഞ്ഞിട്ട് ഇയാൾ ഗ്ലൗസും മറ്റ് ഡ്രസ്സുകളും എല്ലാം ഉപേക്ഷിച്ച് സാധാരണ വേഷത്തിൽ പോയിരിക്കാനാണ് സാധ്യത. അതുകൊണ്ടാണ് ഒരു വെള്ള ഷർട്ട് ഉള്ളിലിട്ടിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതും പാൻറ്റും ആ ഷൂ മാറ്റാനുള്ള സാധ്യത കുറവാണ്. ഹെൽമറ്റ് കളയും, ഗ്ലൗസ് കളയും, അതോടെ മുഖംമൂടി എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഏതെങ്കിലും ബസ്സിൽ കയറിയല്ലേ പോകാനാണ് സാധ്യത. ഓട്ടോയിൽ കയറത്തില്ല. ഓട്ടോയിൽ കയറാൻ തീർച്ചയായിട്ടും കയറിയാൽ ഓട്ടോക്കാരൻ എവിടെ ഇറക്കി വിട്ടു, എവിടെ നിന്ന് കയറി എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ബസ്സിൽ കയറി മഫ്റ്റി വേഷത്തിൽ എവിടെയെങ്കിലും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് അങ്ങ് പോയാൽ പിടിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഏതായാലും ഇത് ഈസിയായിട്ട് പിടിക്കും എന്ന് തോന്നുമെങ്കിലും ഒറ്റയ്ക്ക് ഒരാൾ വന്ന് ഇത്ര ധൈര്യസമേതം നടത്തുന്ന ഒരു ഓപ്പറേഷൻ പിടിക്കാനുള്ള സാധ്യത കുറവാണെന്ന് അയാൾ ചിന്തിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ധൈര്യസമേതം അയാൾ ഈ ഓപ്പറേഷൻ നടത്തി. അവിടെ ഇങ്ങുള്ള ആളാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവിടെ ആളുണ്ടാവും, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടാവും, പക്ഷേ അവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്ന ആളല്ല. കാരണം ആ സ്ഥലം മുഴുവൻ പരിചയമുണ്ട്, അവിടെ ബന്ധുക്കൾ കാണാൻ സാധ്യതയുണ്ട്. അതൊക്കെ നിശ്ചയമായിട്ടും അയാൾ അത് കണക്കാക്കിയിട്ടുണ്ടാവും. പക്ഷേ തൽക്കാലം അയാളത്തെ ഒരു റെസിഡൻ്റ് അല്ല എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ അവിടുത്തുകാരനായിരിക്കും, ജനിച്ചു വളർന്നു, ചിലപ്പോൾ അവിടുത്തുകാരനായിരിക്കാം. നല്ല ഒന്നാം തരം ക്രിമിനലാണ്, ക്രിമിനൽ ആക്ടിവിറ്റി ഉള്ള ആളാണ്. തനിക്ക് ഒറ്റയ്ക്കൊരു ഓപ്പറേഷൻ അത്രമാത്രം ധൈര്യം, വേറൊരാളുടെ സഹകരണം ഉണ്ടോ ഇല്ലയോ നമുക്കിപ്പം പറയാൻ പറ്റില്ല. കാരണം ഇയാളെ വാച്ച് ചെയ്യാൻ ചിലപ്പം ആരെങ്കിലും ഉണ്ടായിരിക്കണം. ബാങ്ക് ജീവനക്കാരെ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് പൂട്ടിയിട്ടപ്പം അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവുമല്ലോ. ആ മൊബൈലിൽ അവർ പോലീസിനെ മറ്റുള്ളവരെ വിളിച്ചിട്ടുണ്ടോ അറിയില്ല. പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ ചിലപ്പം ആ പോലീസ് നമ്പർ ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം അതാത് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനിലെ നമ്പർ കൃത്യമായി അവർക്ക് അറിയണമെന്നില്ല, സമയമെടുക്കും. അതിൻ്റെ ഇടയ്ക്ക് 10 മിനിറ്റ് കൊണ്ട് ഇയാൾ പോകുന്നത് കൊണ്ട് പോലീസിൽ അറിയിച്ച് വരുമ്പം ഇയാൾ രക്ഷപ്പെട്ടിരിക്കും. അതാണ് 10 മിനിറ്റിലേക്ക് നിന്നത്. പക്ഷേ പോലീസ് ആ കൺസേൺഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ബാങ്ക് ജീവനക്കാരെല്ലാം തീർച്ചയായിട്ടും കൺട്രോൾ റൂമിലെങ്കിലും ഫോൺ നമ്പർ അറിഞ്ഞിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ ഫോൺ നമ്പർ അറിഞ്ഞിരിക്കണം. വിളിച്ചാൽ ചിലപ്പോൾ എൻഗേജിലായിരിക്കും. 100-ൽ വിളിച്ചാൽ അവിടുന്ന് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കേരളത്തിൽ എവിടെ ആയാലും ശരി 100-ൽ വിളിച്ചു കഴിഞ്ഞാൽ മതി. അത് ഇമ്മീഡിയറ്റായിട്ട് കൺസേൺഡ് പോലീസ് വിവരം പറഞ്ഞാൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കും അവർ, അല്ലെങ്കിൽ വയർലെസ്സിൽ കൂടെ അറിയിച്ചിരിക്കും. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് പോലീസിന് അവിടെ എത്താൻ സാധിക്കും. എന്തായാലും അതൊന്നും ഇവിടെ നടന്നതായിട്ട് കണ്ടില്ല. ആൾ രക്ഷപ്പെട്ട് പോയിരിക്കുന്നു.
ഏതായാലും 15 ലക്ഷം രൂപയെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഇതുവരെയുള്ള കാര്യത്തിൽ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചത്തെ അവിടുത്തെ ബാങ്കിൻ്റെ പ്രവർത്തനത്തിലെ CCTV ദൃശ്യം നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രതിയെ കാണാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.